എന്റെ പൊന്നിലാണ് ഞാൻ പറയുന്നു കേക്ക്. മര്യാദക്ക് പറഞ്ഞതല്ലേ രണ്ടടുത്ത്. അപ്പൊ നിയമം എഴുന്നള്ളിച്ചോണ്ട് വന്നേക്കുന്നു. അല്ലേ പോയി കേസ് കൊടുക്ക. കോടതിയും വഴക്കിനൊന്നും ഞാനില്ല. ഇന്ന് ഞാൻ ഈ കട ഒഴിഞ്ഞു വന്നേക്കാം. എന്റെ സാധനങ്ങൾ നശിപ്പിക്കല്ലേ. മര്യാദക്ക് പറയുന്നത് കേട്ടാൽ തനിക്ക് കൊള്ളാം. അല്ലെങ്കിൽ കുന്ത്രാണ്ട എല്ലാം കൂടി അടിച്ചു പൊളിച്ച് ഞാൻ തീരും പറഞ്ഞേക്കാം. എന്താ അവിടെ സാർ? ഞങ്ങളുടെ കടയിലെ ആൾ കച്ചവടം വെച്ചിരിക്കുന്നത്. ഒഴിയാൻ പറഞ്ഞിട്ട് ഒഴിയുന്നില്ല. നേരെ പറഞ്ഞപ്പോഴേ മൂപ്പയിന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്താ ഒഴിഞ്ഞു കൊടുക്കാത്തത്? അടുത്ത മാസം 16-ാം തീയതി വരെയാ സാറ് വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്. ആ സമയം വരുമ്പോ ഞാൻ ഒഴിയാമെന്ന് പറഞ്ഞതാ. വാടക ചീട്ട് എവിടെ? അത് ഒരു കീറി കളിച്ചു സാർ. ഓഹോ, ഗുണ്ടായിസം കാണിക്കണല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്നോട് സ്റ്റേഷനിലേക്ക് വരണം. സാർ ഒന്നിങ്ങി വന്നു. ഈ കടയുടമ എന്റെ ഒരു പാർട്ടിയാ. മാത്തൻ സാറിനോട് സൂചിപ്പിച്ചിരുന്ന കേസാ. സാറ് പറഞ്ഞതുകൊണ്ടാ ഇതൊക്കെ ചെയ്തത്. രായപ്പ, എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് നിങ്ങളിപ്പോ സംസാരിച്ചത്. ആരുടെ ഒത്താശ ചെയ്താലും തെറ്റ് തന്നെയാ. ഈ വേഷോട്ട് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി പറ്റൂ. നടന്നോ? എന്താ ഇവിടെ എന്താ വേളം? സാർ, ഇവര് കടയൊഴിപ്പിക്കാൻ. എന്താണോ കട ഒഴിയാത്തത്? തന്റെ തറവാട്ടോ സ്വത്തൊന്നുമല്ലോ. സാർ അത് സാർ, തെറ്റയാളുടെ ഭാഗത്തല്ല. ഇവരാണ് സാർ ഇവിടെ കിടന്ന് ഗുണ്ടായിസം കാണിച്ചത്. തെറ്റും ശരിയും തനിക്ക് എങ്ങനെ അറിയാം? വാടക ചീട്ട് പ്രകാരം ഇയാൾക്ക് ഇവിടെ 1 മാസം കൂടി കച്ചവടം നടത്താം. അത് കീറി കളഞ്ഞിട്ടാണ്. ശ്രീനിവാസ് സാർ പറഞ്ഞാ ശരി. യുവമാര് തണ്ടും തടിയും വെച്ച് എന്തും ചെയ്യാന്ന് കരുതി നടക്കുക. പാതമ്പളക്കാട്ടിന്റെ ഭാഗത്താ ന്യായം. ഉണ്ടായിസ് ഇവിടെ നടക്കില്ല. പിള്ളേരുടെ നഷ്ടപരിഹാരം കൊടുക്കണം. പോലീസ് ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്, അല്ലാതെ. നിങ്ങൾ രണ്ടുപേരും ആ കടയുടെ ഓണറും സ്റ്റേഷനിലേക്ക് വാടോ. സാർ, ഞാനത് കൊല്ലം കുറയായി മാത്രം ഈ ചെറുപ്പം തുടങ്ങിയിട്ട്. താനെന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തത്. ആൾക്കാരെ മുമ്പിൽ താനെന്നെ കൊച്ചാക്കായിരുന്നല്ലേ? തനിക്കെന്നെ ഓണം ശരിക്കും അറിയാൻ പാടില്ല. എന്താ എങ്ങോട്ടാ ശ്രീനി സാറേ? ഞാൻ നാണുവിന്റെ കട വരുന്നു. എന്താ ഉറങ്ങാറായില്ലേ? എവിടെ? 1 മാൻ ഷോ അല്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കയറുന്നോ? നല്ല ചൂട് കാപ്പി ഇട്ട് തരാം. നല്ല 1ാം ക്ലാസ് കട്ടൻ കാപ്പി. വേണ്ട, നേരം കുറേ വരട്ടെ. ശരി. ശ്രീനി സാറേ, എഴുന്നേക്ക്. അവന്മാര് പോയി. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല. എന്താ രായപരിപാടി പ്രശ്നം? ഇന്ന് രാവിലെ മാധവമുള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കും. നാളെ രാവിലെ അകത്തേക്ക് ഒന്ന് പെരുമാറിയാൽ മതി. ഇതിപ്പോ രായപ്പിന് മാത്രം ആവശ്യമായിരിക്കില്ല എന്നെ തല്ലുക എന്നുള്ളത്. വീട് വരെ ഞാനും വരാം. വേണ്ട, ഞാൻ പോകണം. സാരമല്ല, ഞാനും വരാം. ഇതാര് ചന്ദ്രിക? അയ്യോ, എന്ത് പറ്റി നെറ്റിയില്? എന്ത്? ഓ, അതൊന്ന് വീണതാ.
നീ ഇന്ന് ടൈപ്പിന് പോയില്ലേ? എവിടെ വീണെന്ന്? സൈക്കിളിൽ നിന്ന്. ഓ പിന്നെ, കൊച്ചുകുട്ടിയല്ലേ സൈക്കിളിൽ നിന്ന് വീഴാൻ. സത്യം പറ, ആരെങ്കിലും വഴക്കിന് വന്നോ? ചന്ദ്രിക അല്ലാതെ വേറെ ആരാ എന്നോട് വഴക്കണവരാ? എന്തു പറ്റി ചന്ദ്രികയ്ക്ക് ഒരു മാറ്റം? ഇന്നലെ ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു. എന്നിട്ട് അതുകൊണ്ട് രാവിലെ ഇങ്ങോട്ട് ഓടി വന്നേ. ഇപ്പൊ സമാധാനമില്ലേ? അയ്യോ ഞാൻ പോട്ടെ, അമ്മ അറിഞ്ഞിട്ടില്ല, തിരക്കും. അസീസോ മൊരാളില്ലേ? ഇല്ല, ഞാൻ വേറെ വഴി പോയിട്ട് വരാം. ഇവിടെ ആകെ പ്രശ്നമാണ്. കാശ് തന്നവർ കാവലി കിടക്കുക. എന്താ ഷോക്ക് വരാത്തത്? അറിയില്ല, ഒരാൾ എന്തോ ചുറ്റുകളിൽ നടക്കുക. ആ ശ്രീനിവാസ് സാറോ? അതോട്ടിരിക്കാമല്ലോ. വേണ്ട, ഇത് കൂടി ചേർത്തോ. അസീസേ, ഇത് ശ്രീനി സാർ, ഇവിടുത്തെ സ്റ്റേഷനിലാ. അസീസാണ് എനിക്ക് മുതലാളിയെടുത്ത് ജോലി വാങ്ങിച്ചെന്നത്. ഞങ്ങൾ മദ്രാസിൽ കുറച്ചാളുണ്ടായിരുന്നു. കിള്ളിപ്പാലത്താണ് വീട്. നല്ല കണ്ടുപരിചയം തോന്നുന്നു. ഹേയ് അല്ല, ഇവൻ പൂക്കോട്ടുകാരനാ. ആ ലൊക്കാലിറ്റിയിൽ ഫേമസാ. പൂക്കോട്ട് പണ്ടിയാൻ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്. അതെ, ശരി. എന്തിനാ നീ എന്റെ സ്ഥലം പറയാൻ പോയത്? അയാൾ ഒരു പോലീസുകാരനല്ലേ? അതിനെന്താ, പുള്ളി നല്ല മനുഷ്യനാ. എന്നും കരുതി പണി പോലീസിലാണേ. നിന്റെ സകല ഓരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഞാനിങ്ങനെ അടുത്ത് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ കൂടുതൽ അടുക്കണ്ട. അയാളോടൊന്നല്ല, നാട്ടുകാരോടൊന്നും. അതെന്താ? സേട്ടുവിന്റെ കൂടെ ജോലി ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാ. നിനക്കത് വഴിയെ മനസ്സിലാവും. അച്ഛാ, വിളിക്കണ്ടേ? ആരേ? അല്ല, ഉണ്ണാൻ. ആരേ? ഓ, ശ്രീനി അല്ലേ? അവൻ ഹോട്ടലിൽ നിന്നുണ്ടോളും. അല്ല, ഞാൻ ശ്രീനേട്ടനോട് കരുതിയിട്ടുണ്ട്. നിന്നോട് ആര് പറഞ്ഞു അവനും കൂടെ കരുതാൻ? വിളി വിളി. എന്റെ പൊന്നി ഏട്ടന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. താൻ കുറച്ചു നാളായിട്ട് പറയുന്നതല്ലാതെ കാര്യം നടക്കുന്നില്ലല്ലോ. നാളെ സ്റ്റോക്ക് വന്നാൽ ഒരൊറ്റ ആളിന്റെ ഇല്ലാത്ത സാധനം ഞാൻ തരും. ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം. കുറെ നാളായിട്ട് കേൾക്കുന്നല്ലോ ഈ സ്റ്റോക്കിന്റെ കാര്യം. അപ്പൊ നാളെ സ്റ്റോക്ക് വന്നില്ലെങ്കിലോ? താൻ ഞങ്ങളുടെ കാശ് മുടക്കി തരുമോ? അതെന്ത് ചോദ്യം? ഇവന്റെ ഓരോ എല്ലായിട്ട് ഞാൻ ഊരിയെടുക്കും. വടക്കേക്കരക്കാരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആണുങ്ങളായ അല്പം മോഷണമൊക്കെ ആകാം. ആളെ പറഞ്ഞു പറ്റിക്കരുത്. അതൊരു വക തണ്ടിത്തരോ. ഓടാ പട്ടി. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അടേ, ഒരു പോലീസുകാരന്റെ ജോലി എന്ന് വെച്ചാ അത്ര മോശമൊന്നുമല്ല അല്ലേ? ഏയ്, പരമാനന്ദല്ലേ. കളിയാക്കാതെ. ഒരു പോലീസുകാരൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആട്ടെ, എന്താ ഇപ്പൊ പോലീസുകാരൊക്കെ എടുത്തിരുന്നത്? അല്ല, നമ്മുടെ ശ്രീനിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല കൊച്ചന, മര്യാദക്കാരൻ, തങ്കപ്പെട്ട സ്വഭാവം. എന്താ ഇപ്പോ? ചന്ദ്രയ്ക്ക് വേണ്ടി അവനെ ഒന്ന് ആലോചിച്ചാലോ? ഇന്നിപ്പോ അവര് കോൺസ്റ്റബിളാ, നാളെ ഹെഡ് കോൺസ്റ്റബിൾ ആവും, മറ്റന്നാ SI ആവും, പിന്നെ മുകളിലേക്ക് ഒന്ന് ചുമ്മാതിരിയെന്നേ. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. SI ആവും, കിസൈ ആവും. എന്നിട്ടിപ്പൊ എന്തായി? അതിനിപ്പോ നിനക്ക് എന്താണ് ഒരു കുഴപ്പം? വർഷങ്ങൾ കുറെ ആയില്ലേ നീ എന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട്. അത് പോട്ടെ, നീ പറ, നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എനിക്ക് വിരോധമൊന്നുമില്ല. എങ്കിലും നമ്മൾ അവളോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? ഓ, നമ്മളൊന്ന് തീരുമാനിച്ച അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവൂ? ഇല്ല, എനിക്ക് സമ്മതം. മുതലാളിയാണോ? ഇവിടത്തെ കുഴപ്പമായി നിൽക്കുക. ആളുകൾ കാശ് തിരിച്ചു ചോദിക്കുന്നു. എന്തോ? ആ, ഇങ്ങോട്ട് വരുന്നോ? എപ്പോ? രാത്രിയോ? ആ, ശരി ശരി, വെക്കട്ടെ. ആ, മുതലാളി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കളക്ഷൻ മുഴുവൻ എടുക്ക്. ലോഡ് വരാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കുകയാണ്. നാട്ടുകാരോട് നാളെ അവധി പറഞ്ഞിരിക്കുന്നത്. കുറച്ചു കഴിയുമ്പോ അസീസ് വാനുമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഈ കൊണ്ട് വന്നേക്ക്. അല്ല, സാധനങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ? നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തുക. അയ്യോ, അപ്പൊ നാട്ടുകാരെ പിരിച്ച കാശ് എന്റെ കയ്യിലെങ്കിൽ ചെയ്യാണ്ട് കൊടുത്തോ. അല്ല മുതലാളി, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞാണ്ട് ചെയ്താൽ മതി. എല്ലാവരെയും കബളിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. പീറ്ററെ, നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണി തന്നത്. ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കേട് കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. പക്ഷെ ഇത് വഞ്ചനയാ. താനക്കറിയോ, റോട്ടുമെന്ന് വന്നവനാ ഞാൻ. എന്നെ കുത്തി മലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ട് പോകാൻ എനിക്ക് അറിയാനിട്ടല്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. വരട്ടാ മുതലാളി,
നിങ്ങൾ കാണിക്കാൻ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കാശ് നേടും, ഞാൻ നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞോളാം. മുതലാളി, മുതലാളി, ഒരു ദിവസം നിന്നെ എന്റെ കൈക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ കൊത്തി സ്വന്തം മുതലാളിയുടെ വള്ളയ്ക്ക് തന്നെ കത്തി കയറ്റില്ലടാ. സത്യം പറ, എല്ലാം മനസ്സിൽ ഉറപ്പിച്ച് പ്ലാനിട്ടല്ലേ നീ അയാളെ വിളിച്ചു വരുത്തിയത്? അല്ല സാർ, അയാളെ കാശും എടുത്തോണ്ട് അയാളുടെ കയ്യിലെ കാശും പിടിച്ചു പറിച്ച് നീ ഓടാൻ ശ്രമിച്ചു. അയാൾ വിടില്ല എന്നായപ്പോ നീ നീ കത്തി കയറ്റി. അതാണ് സംഭവിച്ചത്. സർ, ഇനി അയാളെ തല്ലരുത്. എന്തോ സർ, ദയവ് ഇതിനി അയാളെ ഉദ്ധരിക്കരുത്. ആഹാ, എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്ക. പ്രത്യേകം കൊണ്ട് എങ്ങനെയാ സത്യം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? പറയടാ, ഞാൻ പറഞ്ഞതല്ലേ സത്യം? അല്ല. അല്ല അല്ലാന്ന് പറ്റുമെങ്കിൽ നീ കോടതി തെളിയിക്കണ. എടാ, കർത്താവ് തമ്പുരാൻ വിചാരിച്ചാ പോലും നിനക്കിനി രക്ഷയില്ല. ഒന്നുകിൽ കയറ്, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയില്. രണ്ടിലൊന്ന് ഓണം. ഓ, തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ. നീ നോക്കിക്കോ, ഈ കരിമ്പാറ പുഴുത്തേ ചാവും. പീറ്ററിന് ശിക്ഷ കിട്ടുവോ? കിട്ടാതെ എങ്ങനെയാ? തെളിവുകളൊക്കെ അവനെതിരല്ലേ. അതും പോരാത്തേന് ആ കരിമ്പാറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഊരാൻ പറ്റില്ല. പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ. പീറ്റർ പറഞ്ഞായിരിക്കും സത്യം, എനിക്കത് ഉറപ്പാ. ആ, പ്രതിയുടെ മൊഴി അടിസ്ഥാനാക്കി കേസ് വിധിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ. എന്തോ ഒന്നും എനിക്കറിയില്ല. ആ, അയാളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. എന്തായാലും നാളെ കോടതി കൊണ്ടുവല്ലേ. ദൈവം രക്ഷിക്കട്ടെ. ചായ കുടി. കുടിച്ചോളൂ. എന്താണ് അവിടെ ബഹളം? സാർ, ഞങ്ങൾക്ക് പീറ്ററിനൊന്ന് കാണണം സാർ. ഞങ്ങളുടെ കാശ് വാങ്ങിച്ചോളുമ്പോൾ ഞങ്ങൾ അങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി ഇപ്പൊ പറയണം. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ ഒന്നും തന്തര വകയല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേനെ ഉരുക്കളയും. അങ്ങനെ പറഞ്ഞ് എങ്ങനെയാ സാർ ശരിയാവുന്നത്? ഞങ്ങൾ പീറ്ററിനെ കാണാനാണ്. സാർ, എന്താണോ? ആ പീറ്ററിന് തീരെ വയ്യ സാർ. കള്ള റാസ്കൽ, അവന്റെ അടവാണ്. അല്ല സാർ,
സത്യമായിട്ട് അയക്ക് തീരെ വയ്യ. വല്ല ഹെൽത്ത് സെന്ററിലോ മറ്റോ കാണിച്ചാ? ഓ പിന്നെ ഹെൽത്ത് സെന്റർ. ഓ. പേപ്പറെല്ലാം ശരിയായിക്കേ. 10 മണിക്ക് കോടതി കൊണ്ടുപോകണ്ട. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ് സാർ. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ്, പാസൽ ബോട്ട് കൊണ്ടുപോകണം. അല്ല എന്താ? ശരി സാർ. ആ അച്ഛാ, അച്ഛാ, എന്താ എന്താ മോളെ? ആ ബോട്ട് നിർത്തിക്കേ. അച്ഛാ, ബോട്ട് നിർത്താൻ. എന്തിനാ? അമ്മ കിണറ്റിക്കരയിൽ തലചുറ്റി വീണു. എവിടെ വീണെന്ന്? അയ്യോ, അമ്മ കിണറ്റിക്കരയിൽ തലചുറ്റി വീണെന്ന്. അത് നീ എന്നോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഡ്യൂട്ടിയിലല്ലേ. വൈദ്യുതി ചെന്ന് വിളിക്കേ. വൈദ്യുതി വിളിച്ചാൽ പറ്റത്തില്ല. അന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ഇനി തലചുറ്റിൽ വരുമ്പോ കൊണ്ട് ചെല്ലണമെന്ന്. ഞാനിപ്പോ എങ്ങനെയാ മോളെ വരുന്നത്? അത് പറ്റില്ല. അച്ഛൻ ബോട്ട് അടുപ്പിക്കും. സാർ, ബോട്ട് അടുപ്പിക്കാം. ആ ബോട്ടൊന്ന് അടുപ്പിച്ചേ. ഈ എന്താ മോളെ ഈ പറയുന്നത്? ഞാനിപ്പോ എങ്ങനെ വരാനാ? ഇയാളെ കോടതി കൊണ്ടുപോകണം. അതൊന്നും എനിക്കറിയാൻ വയ്യ. അച്ഛൻ അവിടെ വരെ ഒന്ന് വന്നേച്ചു പോ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് പൊക്കോളൂ, ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. വീട്ടിലും ആരും ഇല്ലല്ലോ. അത് ശരിയാവൂ. ഒരു കുഴപ്പമില്ലെന്നേ. എന്നാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നിന്റെ പുറകെ തന്നെ ഞാൻ കോടതിയിലേത്തേക്കാം. ഈ ഫയൽ വെച്ചാൽ. ശരി സാർ. എന്നാ പ്രതിരുന്നേ. എങ്ങനെ കൊല്ലാൻ തോന്നി? കൊല്ലാൻ ഒരുങ്ങിയത് സേട്ടുവാ. എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യൂ. എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ. ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. എനിക്ക് എന്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിന് പീറ്ററിന്റെ വീട് നമ്മൾ പോന്ന വഴിക്കാ. ഒന്ന് ഇറങ്ങി കണ്ട അപ്പൊ തന്നെ തിരികെയും ചെയ്യാം. അതേ നാൾ ഇനി അവിടെ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ. അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോ പറഞ്ഞോളൂ. എവിടെ? ഇതില് ശ്രീനി സാർ, ഇതാ വീട്. വരൂ. ചെല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ വീട്ടറെ? ഞാൻ ഇതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്നത് ഞാൻ കാണേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല, നിയമവിരുദ്ധ. എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാനിങ്ങ് ഓടി വരാം. എന്താ പീറ്റർ ഇത്? ശരി, അഴിച്ചു തരാം. പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്തു പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്നാ. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചു തന്നെ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം എത്തിയാ മതി. കണ്ടില്ലേ? ഇനി വാ പോവാം. കണ്ടു. അടുപ്പത്ത് അരി തിളക്കിയ അത് വെന്ത് കഴിഞ്ഞാ ഒരു കോപ്പ കഞ്ഞി എന്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്.
നിങ്ങൾ അനുവദിച്ചാൽ ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ. സമയം പോകുന്നു, അതറിയല്ലോ. ചില വേഗാവട്ടെ. എന്താ സാറേ? ഏയ്, പീറ്ററിന്റെ കൂടെ വന്നാ. പീറ്ററോ? ആ, ഇവിടെ താമസിക്കുന്നില്ല അമ്മച്ചി, അവരുടെ മോൻ. അയ്യോ സാറേ, ഇവിടെ ആരും താമസമില്ല. ഇത് അറിയിച്ച മുതലുള്ള ചാരായ ഗോഡൌണാ. താൻ എന്തായി പറയുന്നത്? അതെ സാർ. പീറ്റർ, പീറ്റർ! സാർ, ശ്രീനിയോ? എന്താണോ? ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്താണോ? എന്ത് പറ്റി? എല്ലാം പറയാം സാർ. മോളെ ചന്ദ്രികേ, എന്താ അമ്മേ? ഇത്തിരി വെള്ളം എന്താ? ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ഈശ്വര, എന്താ അബദ്ധാ താനീ കാണിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്ക് വല്ല പിടിയുണ്ടോ? സാർ, ഞാൻ എടോ, അയാളുടെ വീട് താമരപ്പിള്ളിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത്. പിന്നെന്തിനാ താൻ അയാളും കൊണ്ടാ കാട്ടുമുക്ക് ഇറങ്ങിയത്? അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്കൊന്നും അറിയില്ല. ഇന്നേ വരെയുള്ള സർവീസിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തലകൊണ്ടിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അറിയില്ല എനിക്ക്. സാർ, ഞാൻ പീറ്ററിന്റെ സ്ഥലം വരെ ഒന്ന് പോവാം. അവൻ നേരെ നാട്ടിൽ ചെല്ലാനാണ് സാധ്യത. എങ്ങനെ അവനെ കൊണ്ട് എത്ര വേഗം ഞാൻ തിരിച്ചെത്താം? എന്താ ശ്രീനിവാസ താനീ പറയുന്നത്? താൻ അവിടെ ചെല്ലുന്നവരെ അവനവിടെ കാത്തു നിൽക്കൂ. ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു പിടിയും സാർ തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കണം. എനിക്ക് ഉറപ്പാണ് അവനെ കണ്ടുപിടിക്കാന്ന്. നീ പോയാ? അതേ ഒരു മാർഗമുള്ളൂ. താമരപ്പള്ളിയിൽ അവൻ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം.